ഇനി വീട്ടിലിരുന്നു കൊണ്ടും ഡിഗ്രി PG പഠിക്കാം. IGNOU കോഴ്സുകൾക്കുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 ഡിഗ്രി പ്രോഗ്രാമുകൾ, 2 PG പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി രജിസ്റ്റർ ചെയ്യുക. നമ്മളെല്ലാവരും ലെക്ചർ നോട്ട്സ് എഴുതുന്നവരാണ് അല്ലേ? ലെക്ചർ നോട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ലെക്ചർ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ഒരു പേപ്പറിൽ ചിലർ എഴുതാറുണ്ട്. കുഞ്ഞു പേപ്പറിലായിട്ട് നോട്ട്സ് കേൾക്കുന്ന സമയത്ത് എഴുതിയെടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ചിലർ ഒരു ബുക്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ബുക്കിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കീ പോയിൻറ്റ്സ് പോലെ നമ്മൾ എഴുതിയെടുക്കാറുണ്ട്. സോ ഈ ഒരു നോട്ട്സ് ചിലരെന്ത് ചെയ്യും, ലെക്ചർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പം സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ കോളേജിൽ പോകുന്നവരാണെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഒരു ബുക്കിൽ, അതായത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ബുക്സ് ഉണ്ടാവും. അതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിനെല്ലാത്തിനും കൂടെ ചേർത്തിട്ട് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുക്കിലേക്ക് നോട്ട്സ് വളരെ ഓർഗനൈസ് ചെയ്തുകൊണ്ട്, അതായത് ഈ പോയിൻറ്റ്സിലൂടെ അതിനെ എലാബറേറ്റ് ചെയ്തൊരു നോട്ടാക്കിയിട്ട് എഴുതാറുണ്ട്. സോ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് എഴുതുന്ന ബുക്കിൻ്റെ ഗുണം എന്താണ്? നമ്മൾ പിന്നീട് അത് പഠിക്കാനായിട്ട് ആ ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അല്ലെങ്കിൽ ഒരു ഫീല് നമുക്ക് കിട്ടും, പഠിക്കാനായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതേ സ്ഥാനത്ത് ഇങ്ങനെ അതായത് പോയിൻറ്റ്സ് മാത്രം എഴുതി അതവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ അയ്യോ അത് എവിടെയായിരുന്നു ഞാൻ എഴുതിയത്, ഏത് പേജിലായിരുന്നു ഞാൻ എഴുതിയത്, അല്ലെങ്കിൽ ഒരു ചെറിയ പേപ്പറിനാണെങ്കിൽ ആ പേപ്പർ എവിടെ പോയി, പിന്നെ ഇത് ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ ഒന്നും മനസ്സിലാകത്തുമില്ല. പിന്നെ നമ്മൾ ടെക്സ്റ്റ് നോക്കുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്നു, പിന്നെ യൂട്യൂബിൽ വല്ല ലെക്ചേഴ്സ് അവൈലബിൾ ആണോ അതിൽ നിന്ന് എഴുതാം എന്ന് വിചാരിക്കുന്നു, ഗൂഗിൾ ചെയ്യുന്നു, അങ്ങനെ ആകെ ബഹളമായി. സോ ഇങ്ങനെ മെസ്സി പാർട്ട് ഒഴിവാക്കി നമ്മൾ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. ഇനി ഇത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റിന് നമ്മൾ ഇതിൽ കുറച്ച് കളേഴ്സും കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ രസകരമായി പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ ബുക്സ് ഇപ്പം നോട്ട്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മേളിൽ കൂടെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അതിപ്പം ചില കളേഴ്സ് നമ്മൾ ഏതെങ്കിലും ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടോ മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ടോ സ്കെച്ച് പെൻസ് യൂസ് ചെയ്തിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പല കളേഴ്സിലൊക്കെ നമ്മൾ ചിലപ്പം നോട്ട്സ് കളർ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കളർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കളർ ചെയ്യാറുണ്ട്. ചിലർ അത് ഫുള്ളായിട്ട് അങ്ങ് കളർ ചെയ്യും, ചിലർ അതിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം കളർ ചെയ്യും. അപ്പം ഇതിനെയാണ് നമ്മൾ കളർ കോഡ് ടെക്നിക്ക് എന്ന് പറയാം. അപ്പോൾ ഈ കളർ കോഡ് നോട്ട്സ് എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായി ചെയ്യാം, നമ്മൾ ചെയ്യുന്ന രീതി ഒരു പക്ഷേ പ്രോപ്പർ ആവണം എന്നില്ല. അപ്പോൾ എങ്ങനെ ഏതൊക്കെ കളർ എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു ലേൺവൈസ്. അപ്പോൾ നമുക്ക് IGNOU സിമ്പിളായി പഠിച്ചാലോ? സിഗ്നൽ, സൈൻ ബോർഡ്സ്. നമ്മൾ വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള സൈൻ ബോർഡുകൾ കാണാറുണ്ട്. സൈൻ ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് സംഭവം എന്താണെന്ന് പിടികിട്ടാറുമുണ്ട്. ഇതൊന്നുമല്ല, നമ്മളിപ്പോൾ സിഗ്നൽ കാണുകയാണെന്നിരിക്കട്ടെ, ഒരു ട്രാഫിക്കിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ 3 സിഗ്നൽ കാണുന്നു. റെഡ് ആണെങ്കിൽ നമ്മളവിടെ സ്റ്റോപ്പ് ആവുന്നു, ഗ്രീൻ ആണെങ്കിൽ നമ്മൾ പോകുന്നു, ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ആണെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഈ 3 കളേഴ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയാണ്. അതല്ലാതെ അവിടെ റെഡ് എന്ന് കാണിക്കുമ്പോൾ നിൽക്കൂ എന്ന് പറയുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല, അല്ലെ അവിടെ എഴുതിയൊന്നും കാണിക്കുന്നില്ല. യെല്ലോ വരികയാണെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യൂ, അല്ലെങ്കിൽ ഗ്രീൻ വരികയാണെങ്കിൽ ഇനി പൊയ്ക്കോളൂ എന്നൊന്നും നമ്മൾ അവിടെ എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ ഒന്നും കാണുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു കളർ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ കളേഴ്സ് നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നു, വിത്ത് നോ വോയിസ്, വിത്ത് നോ വേർഡ്സ്, ലെറ്റേഴ്സ് ഒന്നുമില്ല. സോ അതാണ് കളേഴ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. കളേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റീസെൻറ്റ് സ്റ്റഡി പ്രൂവ് ചെയ്തതാണ്, ഒരു പേഴ്സൻ്റെ മെമ്മറി പെർഫോമൻസ് കൂട്ടാൻ കളേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ കളേഴ്സ് ഇതിൽ നല്ലൊരു റോള് ചെയ്യാറുണ്ട്. ഈ സെയിം സ്റ്റഡി പറഞ്ഞ കാര്യമാണ് വാം കളേഴ്സ് യൂസ് ചെയ്യാം, അതായത് റെഡ്, യെല്ലോ പോലുള്ള കളേഴ്സ്. അതാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട സിഗ്നലിൽ കണ്ടിട്ടുള്ളത് അല്ലേ? റെഡ് എന്ന് പറയുമ്പം ഡേഞ്ചർ അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. യെല്ലോ എന്ന് പറയുമ്പം അതെന്തിനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. സോ ഓരോ കളേഴ്സിൻ്റെ, അതായത് ആ കളേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ പവർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് കളേഴ്സ്. സോ നമ്മൾ കളേഴ്സിൽ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റഡീസിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നോട്ട്സിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം അത് എഫക്റ്റീവ് ആവുന്നതാണ്.
സോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഡെമോ ഒരു നോട്ടാണ്. ഇതിൽ ജസ്റ്റ് നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കീ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു നോട്ടിനെ നമുക്ക് ഏത് രീതിയിൽ കളേഴ്സ് യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇപ്പോൾ ഒരു ഹെഡിങ് ആണ് അല്ലേ, മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതുപോലെ നിരവധി ടോപ്പിക്സ് ഉണ്ടാവും. അപ്പം ഓരോ ടോപ്പിക്കിന് നിങ്ങൾ ഓരോ കളേഴ്സ് എടുക്കുക. ഓക്കെ, ഇപ്പം നോട്ട് മേക്കിംഗ് എന്നുള്ളതിന് ഞാനിപ്പോൾ ഒരു പേർപ്പിൾ കളർ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് എടുക്കുകയാണ്, ഒരു പിങ്ക് കളർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പിങ്ക് കളർ വെച്ചിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മെമ്മറി ഞാനിങ്ങനെ ഓർക്കുന്ന സമയത്തൊക്കെ പിങ്ക് കളർ നോട്ട് മേക്കിംഗ് ആണ് എന്ന് ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരും. ഇനി അതുപോലെ ഓരോ ടോപ്പിക്കിന് ഓരോ കളേഴ്സ് യൂസ് ചെയ്യാം. ഇനി കീ പോയിൻറ്റ്സ് ആയിട്ടുള്ളത് അതായത് നിങ്ങൾക്കിപ്പം ഒരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കീ പോയിൻറ്റ് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് തന്നു, ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റ്സിന് നിങ്ങൾക്ക് റെഡ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ എഴുതുകയാണ് റെഡ് കീ പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് കീ പോയിൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് റെഡ് കളറിൽ എഴുതാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് യെല്ലോ കളർ. ഓക്കെ, നേരത്തെ പറഞ്ഞ വാം കളേഴ്സിൽ സെക്കൻഡ് കളറാണ് യെല്ലോ കളർ. സോ യെല്ലോ, ഇവിടെ ഇപ്പം ഞാനിത് ഒരു പാരഗ്രാഫാണ് അല്ലെങ്കിൽ ഒരു ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. അതിലെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു സെൻറ്റൻസ് ഞാൻ കണ്ടു. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, നോട്ട് മേക്കിംഗ് ഈസ് എ വേ ഓഫ് റെക്കോർഡിംഗ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ ഫ്രം എ സോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നില്ല. പക്ഷേ നെക്സ്റ്റ് പോയിൻ്റ് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിനെ കളർ ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനിതിൽ ഫുള്ളായിട്ട് കളർ ചെയ്യാത്തത് ഇത് വളരെ ചെറുതായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം, ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ആ ഒരു യെല്ലോ കളർ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ഹൈലൈറ്റേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ എനിക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ പോയിന്റ് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, യെല്ലോ കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു. ഇതുപോലെ പല ഇപ്പം നിങ്ങൾക്ക് ഒരു വലിയൊരു എസ്സേ വായിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു പാസേജ് പോലെ എന്തെങ്കിലും സംഭവം വായിക്കുകയാണ്. അതിന് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു വർഷം കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സണിനെ പറ്റി പറയുന്നുണ്ട്, അപ്പോൾ ആ പേഴ്സണിൻ്റെ പേര് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടു, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു വേർഡ് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഈ ഹൈലൈറ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ യെല്ലോ കളർ യൂസ് ചെയ്യുമ്പോൾ ആ യെല്ലോ ഹൈലൈറ്റർ നിങ്ങൾ അവിടെ യൂസ് ചെയ്യണം. ഓക്കെ, സോ ഞാനിവിടെ എഴുതാണ് യെല്ലോ ഹൈലൈറ്റ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓർ സെൻറ്റൻസ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അല്ലെ സെൻറ്റൻസ് ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കളറാണ് യെല്ലോ. ഇത് ഇപ്പം നിങ്ങൾ ചോദിക്കും, ഈ സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് യൂസ് ചെയ്താൽ പോരെയെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു വാം കളേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, കീ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സും നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് കളേഴ്സ് ഞാൻ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സാധനം പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ രണ്ട് കളേഴ്സ് നിങ്ങൾ മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി കളേഴ്സിനെ നിങ്ങൾ അവിടെ ഇവിടെയായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇപ്പം നിങ്ങൾക്ക് ടോപ്പിക്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കളേഴ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം നോട്ട് മേക്കിംഗ്, ഹെഡിങ്, സബ് ഹെഡിങ്, പോയിന്റ്, ഇതൊക്കെ കീ പോയിന്റുകളാണ്. ഓക്കെ, ചെറിയ സബ് ഹെഡിങ്ങുകളാണ്. ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, റെഡ് കളർ യൂസ് ചെയ്യാം. അതിൽ നിന്നും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ സെൻറ്റൻസോ വേർഡ്സോ കാണുകയാണെങ്കിൽ യെല്ലോ കളർ യൂസ് ചെയ്യാം. ഇനി ഏതെങ്കിലും പുതിയൊരു ടോപ്പിക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യാം. ഇതേപോലെ ആയിരിക്കണം നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറേ കളേഴ്സ് യൂസ് ചെയ്ത് നിറച്ചങ്ങ് വെക്കരുത്. ഇത് വളരെയധികം ഹെഡേക്ക് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവില്ല ഏത് കളറാണിതെന്നുള്ളത് കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് അത്യാവശ്യം എന്ന് തോന്നുന്ന ഇമ്പോർട്ടൻ്റ്, വായിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത്, വെറും ഇമ്പോർട്ടൻ്റ് അല്ല, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന സെൻറ്റൻസുകൾ മാത്രം നിങ്ങൾ ഇതുപോലെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇത് ഒരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളിൽ, അതായത് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ വേണം നിങ്ങൾ കളേഴ്സ് യൂസ് ചെയ്യാൻ. വളരെ ലൈറ്റ് ഷെയ്ഡുകളാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള കളേഴ്സ് അല്ല. അത് നമ്മൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഹൈലൈറ്റ് ചെയ്യുന്ന ആ പെൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്
സ്കെച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡാർക്ക് കളേഴ്സൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും അവൈലബിൾ അല്ല, ജസ്റ്റ് പെൻസിൽസ് മാത്രമുണ്ടെങ്കിൽ നിങ്ങൾ പെന്നും പെൻസിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താലും മതി. അതല്ലാതെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഈ സാധനങ്ങളൊന്നും വാങ്ങാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ഒരു കളർ കോഡ് ടെക്നിക്ക് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങളിപ്പം മെമ്മറിയിലേക്ക്, അതായത് നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കുന്നില്ല, അങ്ങനെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. പലർക്കും ഇതൊരു ഫണ്ണായിട്ട് തോന്നും, പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കളർ യൂസ് ചെയ്ത് പഠിച്ചിട്ട് ഇപ്പം എന്ത് പുതിയതായിട്ട് ഉണ്ടാവാൻ പോകുന്ന, അങ്ങനെയൊക്കെ എനിക്ക് മെമ്മറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് ജസ്റ്റ് ട്രൈ, ബിക്കോസ് ഇഫ് നമുക്ക് സിഗ്നൽസിൻ്റെ കളേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള മെമ്മറി പവർ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നതാണ്. അബവ് ഓൾ നിങ്ങൾക്ക് ഇത് ശരിക്കും ഒരു ഫണ്ണ് തന്നെയാണ് അല്ലേ. പല പല കളേഴ്സ് കാണുന്നു, ഈ കളേഴ്സിലൂടെ നമ്മൾ ആ കളേഴ്സ് വെച്ചിട്ട് നമ്മൾ കളിക്കുന്നതിനോടൊപ്പം നമ്മൾ പഠിച്ച് പോവുകയും ചെയ്യാണ്. സോ ഇതാണ് കളർ കോഡഡ് ടെക്നിക്ക്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡീസിൽ യൂസ് ചെയ്യുക. ആൻഡ് ഇപ്പം ഞാൻ കുറേ സ്റ്റഡി ടെക്നിക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. സോ ഇത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവില്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പം കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എക്സാമുകളൊക്കെ നിങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളിത് എപ്പോഴെങ്കിലും ഇത് യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇത് യൂസ്ഫുൾ ആയി എന്നുള്ളത് കമൻസിലൂടെ നമ്മൾ അറിയിക്കേണ്ടതാണ്. അത് നമ്മൾ ഒരുപാടധികം സന്തോഷപ്പെടുത്തും. ബിക്കോസ് നിങ്ങൾക്ക് സ്റ്റഡീസ് കുറച്ചുകൂടി ഈസി ആക്കി തരാനുള്ള ഒരു വേ ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. സോ ആ വേ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിയുമ്പോൾ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മേക്സ് us വെരി ഹാപ്പി. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കേണ്ടതാണ്. സോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ PG ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ Learnwise ഈസ് ഹിയർ. നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് Learnwise അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇനി Learnwiseനെ പറ്റി നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നവരാണ്, അറിയത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 13 ഡിഗ്രി പ്രോഗ്രാമുകളും 2 PG പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോച്ചിങ് പ്രോഗ്രാം അല്ലെങ്കിൽ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ് Learnwise എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതല്ല നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോൺടാക്റ്റ് നമ്പർ അവൈലബിൾ ആണ്, അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അറിയാനുള്ളത് അത് അങ്ങനെ അറിയാൻ പറ്റും. ആപ്പിനെ കുറിച്ച് അറിയാനായിട്ട് ആപ്പിൻ്റെ ലിങ്ക് താഴെ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് മനസ്സിലാക്കാം. അതും അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടൊരു വീഡിയോ, എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഡിഗ്രി PG പഠിക്കാമെന്നുള്ള Learnwiseനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. അതിൽ കയറി നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി ടെക്നിക്ക് നിങ്ങളുടെ പഠന രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സ്റ്റഡി ടെക്നിക്ക് നിങ്ങളുടെ പഠന രീതിയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്റ്റഡീസ് കുറച്ചുകൂടെ ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ മറ്റൊരു സ്റ്റഡി ടെക്നിക്കുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.